അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു ദിവസത്തിൻ്റെ തുടക്കവും പിന്നെ ഞങ്ങൾ പുറത്തു പോയ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ ഫുള്ള് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഇന്ന് പുറത്ത് പോകേണ്ടി എനിക്ക് റിഹുവിനെ പുറത്തു പോകേണ്ട ആവശ്യം വന്നു. പിന്നെ ഇക്കാക്കനെ ഓഫീസിലേക്ക് വിടണം. അപ്പോൾ ഫുള്ള് മെസ്സി ഡേ ആയിരുന്നു ഇന്നെങ്കിൽ. ഞാൻ രാവിലെ മുട്ട പുഴുങ്ങി പഴം പുഴുങ്ങിയിട്ട് ഇക്കാക്കാക്ക് അത് രാവിലെ ജിമ്മിന് പോയിട്ട് വന്നാൽ കൊടുക്കും. പിന്നെ ഞാനൊരു റൈസ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലഞ്ചിന്. ഞാനതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാം. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം എനിക്കൊന്ന് പുറത്തേക്ക് പോവാൻ, ഞങ്ങൾക്കൊന്ന് പുറത്ത് ഇറങ്ങാൻ. ഇക്കാക്കാക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തു. റിഹുവിനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് അവൻ മദ്രസയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അവൻ വരുമ്പോഴേക്കും എൻ്റെ എല്ലാം ഒന്ന് സെറ്റായി റെഡിയായിട്ട് നിൽക്കണം. അതായിരുന്നു എൻ്റെ രാവിലത്തെ ലക്ഷ്യം. അസ്സലാമലൈക്കും. അപ്പോൾ എന്നാൽ പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. പുറത്ത് പോകണം. അപ്പോൾ പുറത്ത് പോകുമ്പോഴുള്ള വിശേഷങ്ങളെ ഞാൻ കുറച്ചായിട്ട് വീഡിയോസായിട്ട് ഇതിലിടാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്കൂട്ടിയിൽ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ബസ്സിൽ കയറി കുറച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ സ്കൂട്ടി പെട്രോൾ പമ്പിനോടെ നിർത്തി ബസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. നല്ല സുഖമാണ്. മറ്റേ ലൈൻ ബസ്സിൽ കയറുക, അവിടുത്തെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ നല്ല നല്ല മഴയില്ല, ചെറിയ മഴച്ചാറലും നല്ല ലൈൻ ബസ്സിൽ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ ഇന്ന് ബസ്സിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു. കാരണം തിരക്ക് കുറവുള്ള സമയത്ത് നമുക്ക് നന്നായി പാട്ട് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ നല്ല കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയി. പിന്നെ അവനിക്ക് റിഹു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പഴം ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനത് കഴിച്ചേ ഇല്ല. പിന്നെ ഒരു ബേക്കറി കയറി ഒരു ചിക്കൻ റോള് മതി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ റോള് വാങ്ങി കഴിക്കുകയാണ്. ആ ബേക്കറി ഫുള്ളും ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ എന്തോ വാങ്ങണമെന്നതിൻ്റെ കൺഫ്യൂഷനായിട്ട് ലാസ്റ്റ് ഞാൻ ഒന്നും മേടിച്ചില്ല. അതാണ് സത്യം ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയായി വീടെത്തുന്ന സമയത്ത് മുന്നേ നല്ല വിശന്നു. പിന്നെ ഞങ്ങളൊരു മന്തിക്കടയിൽ കയറി ഞാൻ റിഹു അവിടുന്ന് നല്ലൊരു അൽഫാം മന്തി വാങ്ങിച്ചു കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കഴിക്കാനുള്ള ഒരു സബൂറ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. അവിടെ കുറേ കുട്ടികൾ വന്നിട്ട് ഏതൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്തോ സെലിബ്രേറ്റ് ചെയ്തിട്ട് ചിലവ് കൊടുക്കണം തോന്നുന്നു. അവിടെ ഒരേ ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. ഞങ്ങൾ വിശന്നപ്പോൾ നന്നായിട്ട് കഴിച്ചു. പിന്നെ വീടെത്തി. ഞാൻ വന്നതും പിന്നെ കിടന്നുറങ്ങി. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ രാത്രി കാക്ക വരുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതെന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ വേണ്ട പഴം കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഴവും തേങ്ങയും പഴം നന്നായിട്ട് എണ്ണയിൽ വഴറ്റി അതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി ജസ്റ്റ് നമ്മൾ പുട്ട് നനയ്ക്കണ പോലെ മാവ് നനച്ച് വയ്ക്കുക. മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആവിയിൽ വയ്ക്കുക. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്കാക്ക്. അപ്പോൾ എൻ്റെ പണിയും വേഗം കഴിയും. ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പുട്ട് മിക്സ്ഡ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നമുക്ക് മിക്സായിട്ട് ഇടുകയാണെങ്കിൽ ഒന്നായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ തട്ടായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുക. മാവിൽ തന്നെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. പുട്ടും പഴവും എല്ലാം കൂടി നല്ല വെന്ത് നല്ല ഉടച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കുന്നതേ എടുത്തതുള്ള വീഡിയോസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. കഴിക്കണതൊന്നും എടുത്തില്ല. പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഹറിബറിയായിട്ട് ചെയ്യുമ്പോൾ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ്